താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, മധുരം പകർന്നു നൽകാനായി. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പൊയ്ക്കണതാക്കണേ. ഈ ദുരന്തത്തിന്റെ ഒരു നേർചിത്രമായി നിൽക്കുന്നത് വെള്ളാർമല GVH സ്കൂളാണ്. ഏതാണ്ട് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. ഇവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് എന്നാൽ വിദ്യാർത്ഥികളടക്കം മരണപ്പെട്ടുപോയ ഷോക്കിലാണ് ഈ സ്കൂളിന്റെ അധ്യാപകർ. അതിൽ പ്രധാന അധ്യാപകനായിട്ട് ചുമതലയുള്ളത് ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനും അതുപോലെ മെഹബൂബ് മലപ്പുറം സ്വദേശിയാണ്. ആദിൽ അദ്ദേഹം ഇവിടുത്തെ ഈ നാട്ടുകാരൻ തന്നെയാണ്. വാസ്തവത്തിൽ ഇന്ന് ആ സ്റ്റോറിയൊക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായൊരു ഷോക്കിലാണ്. എന്തു പറയാനാ സാറേ, ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ, ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങളുടെ മനസ്സൊക്കെ ഇപ്പൊ കല്ലുപോലെ ആയിരിക്കാൻ. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല. അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാരാണ്. ഞങ്ങൾക്ക് അവിടെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്, രക്തബന്ധുക്കളാണ്. ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്തും കയറി ചെല്ലാം. ഞങ്ങൾക്ക് ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും 10-18 കൊല്ലം അനുഭവപ്പെട്ടത്. ഞങ്ങൾക്കൊരു കടയിൽ ചെന്ന് ചായ കുടിക്കാൻ പറ്റത്തില്ല. കടയിൽ കയറി ചായ കുടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും. ബസ് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ വന്ന് ചുരമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തുകൊണ്ട് പോവാണ് സാറേ. ഞങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് വെച്ച് അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ച നാട്. അവിടുത്തെ രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ സാറേ, അവരെല്ലാവരും രാവിലെ തോട്ടത്തിലും മറ്റും പണിക്ക് പോകുന്ന രക്ഷിതാക്കളാണ്. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് അവർക്ക് ഒരു സുരക്ഷിത സ്ഥാനമാണ്. മക്കളെ രാവിലെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകും. പിന്നെ തിരിച്ചു വരുന്ന വൈകിട്ടാണ്. ആ സമയത്ത് മക്കൾ വീട്ടിലെത്തുമല്ലോ. അപ്പോൾ ഒന്നാമത് സ്കൂളിന് ഒരു സുരക്ഷിത സ്ഥാനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണ്ടിരുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടുത്തെ ജനങ്ങളെല്ലാം അത്രയും നിഷ്കളങ്കരായിരുന്നു സാറേ. അവിടുത്തെ കുട്ടികൾ അത്രയും സ്നേഹനിധികളായ കുട്ടികളായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ തുടച്ചു നീക്കാനാണ് അത് അങ്ങനെ ആക്കിയത് എന്ന് അറിയില്ല. ഇനിയില്ല, ഞങ്ങൾക്ക് കഴിയില്ല അങ്ങോട്ട് പോകാനോ. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും അറിയുന്നവരാണ്. അവരെ മക്കളെ ഞങ്ങളങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം മറ്റ് ട്യൂഷൻ സെൻ്ററുകൾ, മറ്റ് പഠന സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അപ്പം അവർ ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ അവരുടെ കൂടപ്പിറപ്പാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. സ്കൂളിൻ്റെ വാർഷികം വന്നപ്പം ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഒരേ യൂണിഫോമിൽ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ട്, അപ്പോൾ ആ വാർഷികത്തോട് ചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ ആകുമെന്ന് ഒന്നും വിചാരിച്ചില്ല സാർ. എല്ലാം അറം പറ്റിയ വാക്കുകൾ പോലെ ആയിപ്പോയി. ഈ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോകും. എനിക്കും ഇതിനൊക്കെ പറ്റുമോ?